തെളിവുകളുണ്ട്. ഞാൻ 2022 അദ്ദേഹത്തെ ഞാൻ ബ്ലാക്ക്മെയിൽ ചെയ്തെങ്കിൽ ഒരു MLA ആയി അദ്ദേഹം എന്തുകൊണ്ട് കേസെടുത്തില്ല? പ്രത്യേകിച്ച് തെളിവുകളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉള്ളപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യാൻ അധികം നിമിഷം വേണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അത് പച്ചക്കള്ളമാണ്. ഞാൻ അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ മിണ്ടിയിട്ടില്ല അദ്ദേഹത്തിനോട്. ഈ 2009-ലാണോ? നമസ്കാരം. ഇപ്പോൾ 2009 ഇവിടെ ചർച്ച കേട്ടോ. 2009 മുകേഷ് മോശമായി പെരുമാറി, അല്ലെങ്കിൽ 2009 ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ ആരാണ് ഈ സംസാരിച്ചെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. പ്രത്യേകിച്ച് അവർ പരാതി കൊടുത്തൊരു കാര്യം കൊണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇനി ഒഫീഷ്യലി പരാതി കൊടുത്ത് പീഡനത്തിൻ്റെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇര എന്നുള്ള കൺസിഡറേഷൻ നമ്മുടെ നിയമം അനുശാസിക്കുന്നിട്ട് കാര്യം കൊണ്ട് തന്നെ അവരുടെ പേരും കാര്യങ്ങളൊന്നും വെളിപ്പെടുത്താറില്ല സാധാരണ നോർമൽ സിറ്റുവേഷനിൽ, ഫോട്ടോയും കാര്യങ്ങളൊന്നും. പക്ഷേ ഇത് അവർ തന്നെ കാര്യങ്ങൾ പറഞ്ഞവർക്ക് പേര് വെളിപ്പെടുത്തുന്നതുകൊണ്ട് അവർക്ക് പ്രോബ്ലം ഇല്ല എന്നൊറ്റ കാര്യം കൊണ്ട് തന്നെ ന്യൂസ് ചാനൽസിൽ അവരുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ മുകേഷിനെതിരെയും അതുപോലെ ജയസൂര്യക്കെതിരെയൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരു അതിജീവിത അല്ലേ, അങ്ങനെയാണ് പറയുക, എന്താ പറയുക, ഇര. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മുകേഷിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അതിന് മറുപടി ആയിട്ടാണ് ഇവർ ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. മെയിൻ സംഭവം എന്താ അറിയോ? ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓട്ടോ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന സംഭവം എന്താ അറിയോ? വാട്സപ്പ് എന്നാണ് ഇന്ത്യയിൽ വന്നിട്ടുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോന്നുള്ള അറിയില്ല. എന്തുകൊണ്ടാണെന്ന് പോപ്പുലറാണ് ആ സെർച്ച്. വാട്സപ്പ് എന്നാണ് വന്നിട്ടുള്ളത്. 2009 വാട്സപ്പ്, നവംബറിലാണ് വാട്സപ്പ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്. iOS, അതായത് ഐഫോണുകളിൽ വന്നിട്ടുണ്ട്. ഇതിനെ അപ്പോൾ ഈ ടെക് രീതിയിൽ പറയണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ള അറിയില്ല. കാരണം എന്താ വെച്ചാൽ ആദ്യം മുകേഷ് പറഞ്ഞ സമയത്ത് അങ്ങനെയാണ് ഞാൻ കേട്ടോ മനസ്സിലാക്കിയത്. വാട്സപ്പ് അയച്ചിട്ടുണ്ട് 2009 മുകേഷിന്. ഈ ഒരു പീഡിപ്പിക്കപ്പെട്ട ആ ഒരു ലേഡി മുകേഷിന് വാട്സപ്പ് സന്ദേശത്തിലാണ് കൈമാറിയിട്ടുള്ളത്. അതിൻ്റെ റെക്കോർഡ്സ് ഉണ്ടെന്നോ ഇല്ലയെന്നോ എന്തൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു. അന്ന് വാട്സപ്പ് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ച അല്ലേ? എത്ര മോശമെന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം, ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ ഒരു സംഗതി പറയാനുള്ളത് വെച്ചാൽ ഇതൊക്കെ ആരോപണങ്ങളാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാം ചെറിയ 1-2-3 ചെറിയ ആരോപണങ്ങളാവും. ചിലപ്പോൾ ഒരു പക്ഷേ വലിയ കാര്യങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഇവർ തന്നെയാണോ ഹേമ കമ്മിറ്റിക്ക് മുന്നേ മൊഴി കൊടുത്തതെന്നുള്ള അറിയില്ല. അതോ ഈ ഹേമ കമ്മിറ്റിക്ക് മുന്നേ മൊഴി കൊടുത്തിട്ടുള്ള ആൾക്കാർ എവിടെയെന്നുള്ള സിറ്റുവേഷൻ അറിയില്ല. ഇതിനെ പ്രശ്നങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് ഇതിനെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് പോലും ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ ഡൈല്യൂട്ടായി പോകുന്നുണ്ടോ എന്ന് വരെ സംശയം തോന്നിയൊരു സിറ്റുവേഷൻ ഉണ്ട്. എന്താണെന്നുണ്ടെങ്കിലും മുകേഷിൻ്റെ ഫേസ്ബുക്ക് പേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് നമുക്ക് നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു പോവാം. കാരണം വെച്ചാൽ 1-2 കാര്യങ്ങൾ അതിൽ വളരെ ഗൗരവമായിട്ട് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതായത് സത്യം പുറത്തു വരണം, നിയമപരമായി നേരിടും. ഞാൻ ഉൾപ്പെടെയുള്ള ചലച്ചിത്ര പ്രവർത്തകർക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വസ്തുനിഷ്ഠവും സുതാര്യവുമായ അന്വേഷണത്തിൽ ഇക്കാര്യം അനിവാര്യമാണ്. എങ്കിൽ മാത്രമേ പൊതുസമൂഹം ചർച്ച ചെയ്തു വരുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി പുറത്തു വരികയുള്ളൂ. നടൻ എന്ന നിലയ്ക്ക് മാത്രമല്ല, ജനപ്രതിനിധി എന്ന നിലയ്ക്കും പൊതുസമൂഹത്തോട് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ മാത്രം എഴുതിയാൽ പോരാ, അത് ശരിക്ക് പ്രാവർത്തികമാക്കും കൂടി വേണം. നാടക പാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വരുന്ന എനിക്ക് കലാരംഗത്തുള്ളവരുടെ വേദനയും ഉത്കണ്ഠയും മനസ്സിലാക്കാൻ മറ്റാരേക്കാളും നന്നായി സാധിക്കും. 14 വയസ്സ് മുതൽ അഭിനയം തുടങ്ങിയ എൻ്റെ അമ്മ 87 വയസ്സിലും അത് തുടരുന്നു. രാഷ്ട്രീയമായി വേട്ടയാടാൻ വരുന്നവരോട് പരാതിയില്ല. ഇപ്പോൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഉയർത്തി 2018 ഇതേ രാഷ്ട്രീയ നാടകം അരങ്ങേറിയിട്ടുണ്ട്. പൊതുസമൂഹം അത് തള്ളിക്കളഞ്ഞു. എനിക്കെതിരെ വിധി എഴുതുന്നവർക്ക് മുന്നിൽ എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില വിശദീകരണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. 2009 സിനിമയിൽ അവസരം തേടുന്നയാൾ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് വ്യക്തിപരമായ കൂടിക്കാഴ്ചയ്ക്കായി ഫോട്ടോ ആൽബവുമായി എൻ്റെ വീട്ടിൽ അന്ന് മീനു കുര്യൻ എന്ന് പരിചയപ്പെടുത്തി. അവസരങ്ങൾക്കായി സഹായിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ സാധാരണ പറയാനുള്ള പോലെ ശ്രമിക്കാം എന്ന് പ്രതികരിച്ചു. പിന്നീട് കൂടിക്കാഴ്ചയിലെ എൻ്റെ മാന്യമായ പെരുമാറ്റത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ലാപ്ടോപ്പ് സന്ദേശം അയക്കുന്നുണ്ട്. ലാപ്ടോപ്പ് സന്ദേശം, ഇത് വാട്സപ്പ് സന്ദേശം എന്നാണ് ആദ്യം എഴുതിയ സംശയം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ കേട്ടോട്ടോ. ഞാൻ കണ്ടില്ല. എന്തായാലും നമ്മളെല്ലാ പരിപാടികളും കഴിഞ്ഞ് പ്രതികരിക്കാൻ വന്ന് നോക്കിയപ്പോൾ അപ്പോൾ അത് കണ്ടില്ല. ലാപ്ടോപ്പ് സന്ദേശം മെയിലാവും ഉദ്ദേശം എന്നറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു എൻ്റെ തെളിവും കാര്യങ്ങളൊക്കെ 2 പേരുടെ കയ്യിലും തെളിവുണ്ടെന്നാണ് പറയുന്നത്. ആരോപിച്ച് അവരുടെ കയ്യിലുണ്ട്, മുകേഷിൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ആ സമയത്തൊന്നും അവർ എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്ന് പറയുകയോ അനിഷ്ടം പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു കാര്യം എന്താ വെച്ചാൽ
നമ്മുടെ നാട്ടിലെ നിയമത്തിനനുസരിച്ച് എപ്പോഴാണോ ഒരാളെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അപ്പം അത് പീഡനമായി തോന്നിയിട്ടില്ല, എന്നാണോ പീഡനം ആയിട്ട് തോന്നി എന്ന് വെച്ചാൽ അന്ന് അവർക്ക് പ്രതികരിക്കാം. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. ഇന്ന സമയത്ത് പറഞ്ഞാൽ അത് അപ്പം എന്തുകൊണ്ട് നീ പറഞ്ഞില്ല ഇപ്പം പറയുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് വളരെ കുറച്ച് ഇത് ദുരുപയോഗം ചെയ്യേണ്ട സിറ്റുവേഷനും വരാം കേട്ടോ. ഞാൻ അതും കൂടി കൂട്ടത്തിൽ പറയാം. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ ആരോപണങ്ങളാണ്. ഇതിൻ്റെ പേരിൽ ആരും ഒരു ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ ഇവരൊക്കെ കുടുംബങ്ങളുണ്ട്, രണ്ട് ഭാഗത്തും കുടുംബങ്ങളുണ്ട്, സമൂഹത്തിലുള്ള നിലയും വിലയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഇപ്പോൾ പ്രത്യേകിച്ച് ജയസൂര്യയുടെ കാര്യമൊക്കെ പറയട്ടെ. ജയസൂര്യയുടെ കാര്യം ഇപ്പോൾ ആ ഒരു ലേഡി അത് മാറ്റി പറഞ്ഞു അല്ലേ. ആ ലേഡി മാറ്റി പറയല്ല, അവർ പറഞ്ഞു ജയസൂര്യ അല്ല, മാറ്റി പറയല്ല സോറി, അവർ പറഞ്ഞു അവർ ഉദ്ദേശിച്ച ആൾ ജയസൂര്യ അല്ല എന്ന് പറഞ്ഞു അല്ലേ. അതൊക്കെ വളരെ മോശം. അപ്പോൾ ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. പിന്നെ ഇവരുടെ ഈ ആരോപണം ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ഇവരുടെ ഈ ആരോപണം ജയസൂര്യക്കെതിരെ ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തായി ജയസൂര്യയുടെ കേസ്? കാരണം ഇതൊന്നും അറിയാണ്ട് തന്നെ ജയസൂര്യയാണ് ആളെന്നും പറഞ്ഞിട്ട് ഫോട്ടോ ഇട്ട ന്യൂസ് 18 വരെയുണ്ട്. ഓക്കെ. തുടർന്ന് അവർ വലിയൊരു സാമ്പത്തിക സഹായം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ നിസ്സഹായത അറിയിച്ചപ്പോൾ 1,00,000 മതിയെന്നായി. ആ തുക ആവശ്യപ്പെട്ട് എനിക്ക് വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ഞാൻ പണം നൽകാതിരുന്നതിനെ തുടർന്ന് ഒരു പ്രത്യേക സമുദായത്തിലെ ആളുകളോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതായി ഈ സ്ത്രീ മറ്റൊരു സന്ദേശത്തിൽ എന്നെ അറിയിച്ചു. അതാണ് വലിയൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ളത്. പ്രത്യേക സമൂഹം പ്രത്യേക സമുദായം എന്നുള്ളത് മുകേഷ് പറഞ്ഞിട്ടുള്ള, പ്രത്യേകിച്ച് ഇടതുപക്ഷ MLA കൂടെ ആയിട്ടുള്ള മുകേഷിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യേക സമുദായം എന്ന് പറയുക. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ അവർ ഓൾറെഡി അവരൊരു ക്രിസ്ത്യൻ അതിന്ന് കൺവേർട്ടഡ് ടു ഇസ്ലാമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കൂടി ആ ഒരു പ്രത്യേക സമുദായം എന്ന് പറയുന്ന സമയത്ത് ഒരു സമുദായത്തിൻ്റെ ആ ഒരു കാർഡ് ഇറക്കി വിട്ടിട്ട് ഒരു കളി കളിക്കാൻ ശ്രമം നടത്തി എന്നൊരു ആരോപണം കൂടി മുകേഷിൻ്റെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവരുടെ ഭർത്താവ് എന്ന് അവകാശപ്പെട്ട് ഫോണിൽ വിളിച്ച് മറ്റൊരാളും വൻതുക ആവശ്യപ്പെട്ടു. ഇവർ പറയുന്നില്ല, അവരുടെ ആ ഇൻ്റർവ്യൂ നിങ്ങൾ ആ ഫസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ക്ലിപ്പിലുള്ള ആ ഒരു ചെറിയൊരു പോർഷൻ കണ്ടാൽ പോർഷനിൽ അവർ പറയുന്നുണ്ട് അവരുടെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ മലയാളി, എല്ലാവർക്കും മലയാളം അറിയില്ല, ദെൻ ഹൗ ക്യാൻ ഹീ സ്പീക്ക് ടു, ഇങ്ങനെ അവരോട് എങ്ങനെ സംസാരിച്ച സിറ്റുവേഷൻ വരുന്നു എന്ന് ചോദിക്കുന്നു. പിന്നെ എൻ്റെ മകനാണുള്ളത്, മകനും അവന് മലയാളം അറിയില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയപ്പെടുന്ന ആരാണ് ഈ മലയാളത്തിൽ സംസാരിച്ച് എന്നുള്ള അറിയില്ല എന്ന് അവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വെച്ചാൽ സാമ്പത്തികമായിട്ട് ഇവരുടെ സഹായം ആവശ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഇവർക്ക് അതിൻ്റെ സിറ്റുവേഷനിൽ ഇവരുടെ ഹസ്ബൻഡ് ന്യൂസിലൻഡിലാണ്, മകൻ UK-യിലാണ്, മകൾ ലണ്ടനിലാണ് എന്നൊക്കെ അവർ സിറ്റുവേഷൻ പറയുന്നത്. ഫൈനാൻഷ്യലി വളരെ സൗണ്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ കാര്യങ്ങൾ സംസാരിക്കുന്നത്. സ്വന്തമായിട്ട് ഫ്ലാറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇതിനൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ. പണം ആവശ്യപ്പെട്ട് നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്ത ഈ സംഘം ഇപ്പോൾ അവസരം ലഭിച്ചപ്പോൾ എനിക്കിത് തിരിയുകയുണ്ടായത്. ഇവർ എനിക്ക് അയച്ച സന്ദേശങ്ങൾ സംബന്ധിച്ച് തെളിവുകളുടെ പിൻബലത്തിലാണ് ഞാൻ ഈ കാര്യം വെളിപ്പെടുത്തുന്നത്. ആരുടെയെങ്കിലും വ്യക്തിത്വമോ അന്തസ്സോ അന്തസ്സ് വേണം അവിടെ, അന്തസ്സോ ഹനിക്കപ്പെടാതെ അന്തസ്സ് ഹനിക്കപ്പെടാൻ കൂട്ടുനിൽക്കുന്ന ഒരാളല്ല ഞാൻ. എന്നാൽ ബ്ലാക്ക്മെയിൽ തന്ത്രങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല. ഇയാൾ 2022 ബ്ലാക്ക്മെയിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് മുപ്പര് മിനിസ്റ്റർ അല്ലേ? അല്ല സോറി, മിനിസ്റ്റർ അല്ല, MLA അല്ലേ? അപ്പോൾ ഒരു MLA എന്നുള്ള കണ്ടീഷനിൽ MLA-നെയൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ MLA ആവുക, ആ സമയത്തുള്ള ആഭ്യന്തര വകുപ്പ് അല്ലേ, പോലീസിലൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നടപടി വരില്ലേ? അപ്പോൾ എന്ത് ചെയ്യാൻ പോലീസിലെ പരാതിപ്പെടാതെ ഇരുന്നതെന്നുള്ളൊരു സംശയം കേട്ടോ. എനിക്ക് മാത്രമല്ല ഒരുവിധം എല്ലാവരും സംസാരിച്ചു കൊണ്ടൊരു സംശയമാണ്, എന്താണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നത്? അതൊരു ഡൗട്ടല്ലേ അല്ലേ? കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ടും നോർമൽ കണ്ടീഷനിലുള്ള ആൾക്കാരെ പോലെ അല്ലല്ലോ അല്ലേ? അപ്പോൾ അയാൾക്ക് ബ്ലാക്ക് മെയിലിംഗ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പരാതി കൊടുക്കാമല്ലോ. യാഥാർത്ഥ്യങ്ങൾ പുറത്തു വരണം. ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ കെണി വെക്കുന്നവരെ ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. ഇത്തരക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. മുകേഷ് MLA കൊല്ലം. ഇതാണ് മുകേഷിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിനെതിരായിട്ട് ഇവർ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസ്, ആ വീഡിയോൻ്റെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കും ന്യൂസിൽ ഇന്നലെ. അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ അവർക്ക് സാമ്പത്തികമായിട്ട് ഇതിൻ്റെ ആവശ്യങ്ങളില്ല, അവരെന്ന സമയത്തല്ല അവർ ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇവരൊക്കെയായിട്ടൊക്കെ കണക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. ഡേറ്റ്സൊക്കെ പലർക്കും പല രീതിയിലും മാറിപ്പോകുന്നു. ഇവർക്കെന്നല്ല, പറഞ്ഞ കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ട് ഞാനൊരു കാര്യം ചിന്തിച്ച കാര്യത്തിലുള്ള നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുന്ന സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ദിവസം എത്ര കാലം കഴിഞ്ഞാലും അയാൾ എന്താണ് നമ്മളോട് മോശമായി പെരുമാറിയിട്ടുള്ളത് നമ്മളെ മനസ്സ് തട്ടി ആത്മാർത്ഥമായിട്ട് നമുക്ക് വിഷമം അല്ലെങ്കിൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം മറക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു എന്ന് എൻ്റെ ഒരു കേസിൽ എനിക്ക് തോന്നുന്നില്ല. നമ്മളോട് ആരെങ്കിലും സംഗതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആളുടെ ഫേസും ആളുടെ എന്ത് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ എങ്ങനെ പറഞ്ഞു, സാഹചര്യത്തിൽ പറഞ്ഞു എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മ ഉണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും എന്നിരിക്കും, നമുക്കൊക്കെ ഓർമ്മ ഉണ്ടാവും അല്ലേ? ആ ഒരു സിറ്റുവേഷനിൽ ഇത്രയധികം ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും പല രീതിയിലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അറിയില്ല അല്ലേ? ഐ ഡോണ്ട് നോ. നമ്മളിപ്പോൾ ഇൻവെസ്റ്റിഗേഷനും പരിപാടിയും കാര്യങ്ങളായിട്ടൊന്നും പോകുന്നില്ല. എന്താണെന്നുണ്ടെങ്കിലും ഒരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്. ഈ ചർച്ചകൾ നിർത്തേണ്ട സമയമായി കഴിഞ്ഞു. ഓക്കെ. സുരേഷ് ഗോപിയുടെ കാര്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. ഈ പറയാൻ കാരണം വെച്ചാൽ മാധ്യമങ്ങൾക്ക് തീറ്റാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ,
അപ്പോൾ അതുപോലെ അത് ഓർത്തു തന്നെയേ ഉള്ളൂ. ഈ വക സംഗതികൾ നിർത്തേണ്ട സിറ്റുവേഷൻ ആയി കഴിഞ്ഞു. കാരണം ഈ മാധ്യമ വിചാരണ എവിടേക്കും എത്തില്ല. പക്ഷേ ഓൺ ദ സെയിം ടൈം മാധ്യമങ്ങൾ വേണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ മുന്നിലേക്ക് എത്തുള്ളൂ, അല്ലേ?